നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് കുറച്ച് എം പിമാർ വണ്ടി കയറിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയ പണിയെക്കുറിച്ച് അറിഞ്ഞോ? അതായത് നമ്മുടെ ഖാർഗെയുടെ ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി പാവം പിടിച്ച നമ്മുടെ എം പിമാരെ എല്ലാം കൂടെ അങ്ങോട്ട് വണ്ടി കയറ്റി. ഇവിടെ നിന്ന് എല്ലാവരും ഭയങ്കര ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് പോയെന്നൊക്കെ പറയുന്നത്. കാരണം ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യും വീശി പോകാൻ പറ്റത്തില്ലല്ലോ, ഇപ്പം ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പണി പാളി എന്നറിഞ്ഞതും ചിലർ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ സമരത്തിന് ഇടയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ട്. ഇതൊരു കോമഡി പീസാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ കേരളത്തിലുള്ള എം പിമാരെ എല്ലാം ആദ്യം പറഞ്ഞത് KPCC പിന്നെ ചർച്ചകൾ, അതായത് KPCC അധ്യക്ഷൻ ആരാവണം എന്ന് പറയുന്ന ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വിഭാഗം എം പിമാരെ നേരത്തെ വിളിച്ച് നമ്മുടെ VD സതീശനോടൊക്കെ നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. പിന്നീട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ കൂട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അദ്ദേഹത്തിന് 80 വയസ്സിന് വേണ്ടി പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേഷന് കൂടിയിട്ട് നിങ്ങൾ എല്ലാവരും വരണം എന്നാണ് അറിയിച്ചിരുന്നത്. അപ്പം സത്യത്തിൽ നമ്മുടെ എം പിമാരും ഇവിടുത്തെ PC വിഷ്ണുനാഥ് മന്ത്രിയാണല്ലോ, അപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയില്ല. അപ്പൊ അദ്ദേഹത്തിനെയും കൂടെ വിളിച്ചു, അദ്ദേഹം കൂടെ പോയി. അപ്പൊ എല്ലാവരും പോയി അവിടെ ചെന്ന് തല്ലും മേടിച്ച് തിരിച്ചു വന്നു. അപ്പം ഡീൻ കുര്യാക്കോസിന്റെ ഒക്കെ ഡീൻ കുര്യാക്കോസ് നമ്മുടെ ഇടുക്കി MLA അല്ല ഇടുക്കി MP അവിടെ വന്നിട്ട് വലിയ പ്രശ്നം. അദ്ദേഹത്തെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പറയുന്നത് ഹീസ് ആൻ MP എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറുമെന്ന് പോലീസ് എന്ന് വെച്ചാൽ തല്ലി കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ ഇവരെല്ലാം ഈ പാവപ്പെട്ട നമ്മുടെ MP മാരെല്ലാം അവിടെ പോയെന്തിനാ? മല്ലികാർജ്ജുൻ ഖാർഗെ സോപ്പിടാനാണ്. നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, ബെന്നി ബെഹനാൻ അടക്കമുള്ള, പിന്നെ അങ്ങനെയുള്ള ഒരു പറ്റം നേതാക്കന്മാർ, ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം എന്തിനു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KPCC അധ്യക്ഷനാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സഭാ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും ഒക്കെ പിന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും തനിക്ക് KPCC അധ്യക്ഷനാവണമെന്ന് പറയുന്ന അതിമോഹത്തോടു കൂടി തന്നെയാണ് ഡൽഹിക്ക് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു കെടി വരും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുന്നു, അല്ല നമ്മുടെ AICC അധ്യക്ഷന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കണം, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഇതില് അത് നമ്മൾ നേരത്തെ പ്രൈമാഫീസ് ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതൊരു കോമഡിയാണ്. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം വേണ്ട സമരമുണ്ട് കേട്ടോ, നമ്മൾ തല്ലുകൊള്ളാൻ പോവാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അവർ ഞെട്ടിപ്പോയി. എന്തിന് ഞങ്ങൾ തല്ലുകൊള്ളണം? പ്രിയങ്ക ഗാന്ധി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ ഇരുന്നുകൊണ്ട് VD സതീശൻ തലയെറിയുക. എന്ത് മെനക്കെട്ട പണിയാണോ എന്തോ എന്ന് ചോദിച്ചിട്ട് VD സതീശൻ തലയെറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മുദ്രാവാക്യം വിളിക്കണ്ടേ? ഒരു മുദ്രാവാക്യം. VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം നടത്തിയ ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായതുകൊണ്ടാണല്ലോ അദ്ദേഹം ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്, കള്ളം പറയുമെങ്കിൽ പോലും. അപ്പൊ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മുദ്രാവാക്യം ഏറ്റുവിളിക്കണ്ടേ? വിളിക്കുന്നത് വയനാടിന്റെ സ്വന്തം മാനസപുത്രി പ്രിയങ്ക ഗാന്ധിയാണ്. പിന്നെ പ്രിയങ്ക കാണിക്കാനെങ്കിലും കാണിച്ചാലും മതിയായിരുന്നില്ലേ? ചുമ്മാ VD സതീശൻ താടിക്ക് കൈയും കൂടി തിങ്ങിയിരിക്കുന്നത് തലയുറിയുന്നതിന്റെ ഇടയ്ക്ക്. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ ആരാ? BJP-കാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളല്ലേ? BJP-കാരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന 173 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്ത ഒരാളുടെ ഭാര്യയാണെന്നേ, റോബർട്ട് വാദ്രയുടെ ഭാര്യയാണ്. അപ്പൊ ആ ഒരു മര്യാദയെങ്കിലും VD സതീശൻ കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സംഘടനാ ദൗർബല്യം പച്ചയ്ക്ക് വിളിച്ചോതുന്ന ഒരു സാധനമാണെന്ന് കൂടി ഇതിനകത്ത് നമുക്ക് കാണേണ്ടി വരും. ഫസ്റ്റ് കോമഡി പടം കഴിഞ്ഞു. നമ്മൾ ചില പണ്ടത്തെ സിനിമകളുടെ ഒരു പൊതു സ്ട്രാറ്റജി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു പകുതി വരെ പിന്നെ അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡിയും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ട്രാജഡി, പിന്നെ കുരുക്കഴിക്കൽ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഘടനാപരമായ ദൗർബല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ എന്തിനാ ഈ സമരം ചെയ്തു? ഞാൻ നേരത്തെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു. കഴിഞ്ഞ ഇത്രയും 10-45 ദിവസമായി നടക്കുന്ന ഒരു സമരം, അത് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടന കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ ബുദ്ധി ശരിക്കും KC വേണുഗോപാലിന്റെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നമുക്ക് അങ്ങനെ എടുക്കണം. അല്ലാതെ അപ്പൊ അങ്ങനെ വന്നപ്പോൾ എപ്പോഴാണ് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവ്, സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, സമുന്നതനൊന്നും അല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് പഞ്ചായത്ത് മെമ്പറായിരിക്കാനുള്ള പക്വതയോ പാകതയോ എന്താ പറയാ ഒരു ശേഷിയോ ഇല്ലാത്ത ഒരു നേതാവ് എന്നേ ഇന്ത്യയിലുള്ള സകലമാന ആൾക്കാർക്കും മനസ്സിലായിട്ടുള്ളൂ. കടലിച്ചാടും
വേണമെന്നുണ്ടെങ്കിൽ തൈര് സാധം ഉണ്ടാക്കും, ബിരിയാണി വെക്കും, കോഴിക്കറി ഉണ്ടാക്കും, ഇതൊക്കെ ശരി തന്നെ. ഇത് നമുക്കറിയാം. കേരളത്തിലെ ഒരു വേദിയിൽ വന്നു നിന്നുകൊണ്ട് തമിഴ്നാട്ടിലെ ദോശയുടെ കഥ പറഞ്ഞ ഒരാളാണ് നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധി. കേട്ടതല്ലേ? എനിക്ക് ജ്യോതി വിജയകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഈ അന്ന് എനിക്ക് തോന്നുന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലോ മറ്റോ ആണ് അദ്ദേഹം വന്നിട്ട് ഇമാതിരി വർത്താനം പറയുന്നത്. ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താണ്, ഞാൻ തമിഴ്നാട്ടിൽ പോയി ദോശ കഴിച്ചു, കേരളത്തിൽ വന്ന് ദോശ കഴിച്ചു, 2 ദോശയും താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരാളൊരു എന്താണ് അവിടെ പറയുന്നത്? എന്താണ് അവിടെ? അതുകൊണ്ട് എന്താണ് പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവോട് ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് വലിയ ഭാവാത്മകമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ജ്യോതി വിജയകുമാറിനും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി നിന്ന ഒരു സംഭവമാണ് നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടൽ. ഈ ഉരുൾപൊട്ടൽ വേദിയിലേക്ക് വന്നു നിന്നിട്ട് അവരെ പറ്റിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി. അങ്ങനെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റും, വയനാടുകാരെ പച്ചയ്ക്ക് കണ്ണിന് മുന്തി ചിരിച്ചോണ്ട് നിന്ന് പറ്റിച്ച ഒരു പരിപാടിയായിരുന്നു അവിടെ കല്ലിടിയിൽ നാടകം. അതല്ല, ഇത് ആസൂത്രണം ചെയ്യുന്ന ചോദിച്ചാൽ ഈ സത്യം പറഞ്ഞില്ലേ, ചില സമയത്ത് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കേരളത്തിലേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നപ്പോൾ, അതായത് കേരളത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് ഈ പിന്നെ ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇവിടെ വന്നു നിന്നുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അല്ലെങ്കിൽ ഘടകകക്ഷിയായ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിവാദം ഉയർത്തി. ഇത് ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ചയിൽ വന്നു. ചർച്ചയിൽ വന്ന സമയത്ത് മാപ്പപേക്ഷയോട് കൂടി ഇതേ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, എനിക്ക് കേരളത്തിൽ വരുമ്പോൾ എനിക്ക് എഴുതി തരുന്നത് ഞാൻ വായിക്കും, അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, സെറ്റിട്ട് നാടകം നടത്തി ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് മഹാപഞ്ചായത്തോ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ വന്നു നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിന്നെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബംഗാളും കേരളവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു. അവിടെ വികസനമില്ല, ഇവിടെ വികസനം നടക്കുന്നു, ഇവിടെ LDF ഭരിക്കുന്നു വികസനം, അല്ലെങ്കിൽ CPM ഭരിക്കുന്നു, ഇവിടെ വികസനം നടക്കുന്നു. എന്തുകൊണ്ട്? ആ ചോദ്യം ചോദിക്കാനും മൈക്കുമായി നിന്ന് ആ ചെറുപ്പക്കാരനെ അവിടെയുള്ള ആളുകൾ ഉപദ്രവിച്ചു, മൈക്ക് തട്ടിപ്പറിച്ച് മേടിച്ചു. കാര്യം എന്താ? ആ ചോദ്യം പിന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ക്വസ്റ്റ്യനെയറിനകത്തില്ല, സ്ക്രിപ്റ്റിനകത്തില്ലാത്ത ചോദ്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്തോ മറുപടി? മറ്റേ സ്ക്രിപ്റ്റാ, ആ ചോദ്യം എഴുതി വെച്ചേക്ക. നമ്മൾ കണ്ടതല്ലേ, പിന്നെ ലൂസിഫർ സിനിമയുടെ ഏറ്റവും ഒടുവിൽ ടോവിനോ തോമസ് പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ ആ സ്ക്രിപ്റ്റിനകത്തില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് അയാളെ പിടിച്ച് പുറത്താക്കി. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു നയം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഞാൻ മറ്റേ കംപ്ലീറ്റ് ചെയ്യാം. ഈ പറയുന്ന വയനാട് ചൂരൽമല വന്നിട്ട് അവിടെ വന്ന് അവരോട് വീട് വെച്ച് തരാമെന്ന് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധി പറഞ്ഞ വിശേഷം എന്താണ്, ഞാനും എന്റെ പെങ്ങളും തമ്മിലല്ലായിരുന്നു. എന്റെ അമ്മ, അതായത് സോണിയാഗാന്ധി വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വരെ ഫ്ലൈറ്റിൽ എത്തുന്നവരെ എന്നോട് മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണോ ഒരു വേദിയിൽ കയറി നിന്നുകൊണ്ട് ആ ഒരു കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയേണ്ടത് അതായിരുന്നോ? അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയത്. സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ പറഞ്ഞാൽ മതി. സന്തോഷിപ്പിക്കാൻ മുമ്പ് അവരുടെ അവരുടെ സ്വന്തം MP കലണ്ടർ കൊടുത്തായിരുന്നു. കലണ്ടർ കൊടുത്തു, പിന്നെ മരത്തെ തൂക്കാൻ വേണ്ടി കലണ്ടർ കൊടുത്തു. ഇനി അതല്ല, മരം ഇല്ലാത്ത ഒരു കഴുത്തേലെങ്കിലും തൂക്കിക്കൊണ്ട് നടക്കണം. ഇതായിരുന്നു അന്ന് പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ പിന്നെ സംഘടനാ ദൗർബല്യം കൊണ്ട് അടിമുടി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി സംഘടനാ ദൗർബല്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇവരോട് എന്താ പറഞ്ഞ, നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ പിന്നെ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം, ബുഫയാണ് ഏർപ്പെടുത്തിയിരിക്കുക, നല്ല ഫുഡ് കിട്ടും, ഉത്തരേന്ത്യൻ ഫുഡ് കഴിക്കാം. ഇത് പറഞ്ഞ് വിളിച്ചു വരുത്തേണ്ട ഗതികേട് ആലോചിച്ച് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊരു ആസൂത്രിതമായ നടപടിയായിരുന്നെങ്കിൽ, സമരമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ MP-മാരെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനോ മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. പകരം അവിടെ പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ദേശീയ തലത്തിൽ ഒരു വലിയ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്താണ്? നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുന്നത് വരെ നമ്മൾ ദേശീയ തലത്തിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പലരും പോവില്ല, അടി മേടിച്ച് പോവില്ല. ഇവിടെ ആണെച്ചാൽ അണികൾ കൊണ്ടോളൂ അടി, അവിടെ ചെന്നാ ഡൽഹി പക്ഷെ വേറൊരു കാര്യം അറിയാമോ? നമ്മുടെ കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്നു, ഇടതുപക്ഷ സർക്കാർ ഈ പിന്നെ മുഖ്യമന്ത്രിമാരുടെ സമരം നടത്തിയിട്ടുണ്ട് അവിടെ ഡൽഹിയിൽ.
അതറിയാവോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ സമരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേന്ദ്ര നയത്തിനെതിരായിട്ട് കേന്ദ്രം നമ്മളെ പിഴിഞ്ഞെടുക്കുന്നു, നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന GST അടക്കമുള്ള നികുതി വിഹിതം നമുക്ക് തടയുന്നു, നമുക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതത്തിൽ പോലും വെട്ടുവരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് തന്റെ ഇടത്തോടെ അവിടെ പോയി സമരം ചെയ്ത മന്ത്രിമാരുള്ള നാടാണ് കേരളം. ഇത് കണ്ട് ശീലിച്ചവരാണ് ഓരോ കേരളീയരും. ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം കൂടിയല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ MK സ്റ്റാലിന്റെ വിഷസ് വരെ ഉണ്ടായിരുന്നു. എത്രയോ മുഖ്യമന്ത്രിമാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്തു. ആരാ ആസൂത്രണം ചെയ്തു? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്തു. അതിനുള്ള തന്റെ ഇടം ഈ പറയുന്ന ഏതെങ്കിലും ഏമാമാർക്കുണ്ടോ? ഏതെങ്കിലും ഏമാമാർക്കുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണല്ലോ ഇവർക്ക് അത് ഉറപ്പുള്ളതുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേക്ക് കൂടിയിട്ട് പോവാന്ന്. അതാ പറഞ്ഞ, അല്ലാതെ തല്ലുകൊള്ളാനാന്ന് പറഞ്ഞാൽ BJPക്ക് എതിരായി കൊടി പിടിക്കാനായിട്ട് ഒരാളെയും കിട്ടത്തില്ല ഇവിടെ. കാരണം എന്താ? ഇവിടെ നമ്മൾ നേരത്തെ മുതൽ കേട്ടോണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ? ഈ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കയറിയ ഒരു സർക്കാരാണ് ഇതെന്ന് നേരത്തെ മുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ അല്ലെ? രത്തൻ യു ഖേൽക്കറെ പിന്നെ അദ്ദേഹം സ്വന്തം സെക്രട്ടറി ആക്കി മാറ്റുന്നു. ആര്? മുഖ്യമന്ത്രി ഇല്ലേ? ഇപ്പം പിന്നെ പ്ലീഡർ നിയമനം വന്നു. ശേഷാദ്രിനാഥിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാക്കി മാറ്റുന്നു അല്ലെ? ഇതിനുശേഷം അദാനി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 10,000 കോടി ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ 3,000 കോടി മുടക്കിയ ഒരാൾക്ക് 13,000 കോടിക്ക് അയാളുടെ 49% ഷെയർ വിൽക്കാനുള്ള മൗനാനുമതി. എന്നിട്ട് മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു. വന്ന വാർത്ത ഏതാണ്? പച്ചയ്ക്ക് കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനി എടുക്കുക അതൃപ്തി രേഖപ്പെടുത്തലാണോ ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല? അതിനാണോ മുഖ്യമന്ത്രിയാക്കി അവിടെ ഇരുത്തിയേക്കുന്നത്? അല്ല, അവിടെ അതൃപ്തിയല്ല, നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് അവിടെ BJPക്കെതിരെ സമരം ചെയ്യാൻ കഴിയുക? ഇവിടെ കേരളത്തിൽ BJPക്ക് ആദ്യം ഒരു MLA കിട്ടിയതും ഇപ്പോ 3 MLA കിട്ടിയതും കേരളത്തിൽ നിന്ന് ഒരു MP വിജയിച്ചതും ആരുടെ കഴിവ് കൊണ്ടാണ്? അല്ലെങ്കിൽ ആരുടെ കഴിവ് കൊണ്ടാണ്? ആരുടെ കഴിവ്? ഈ BJPക്കാർ കേരളത്തിന് നൽകിയ അഭൗമമോ അസുലഭവുമായ എന്താ പറയാ വികസന പദ്ധതികൾ കണ്ടിട്ടാണോ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത്? അല്ല, പകരം ചോർത്തി കൊടുത്തതല്ലേ, വോട്ട് മറിച്ചു കൊടുത്തതല്ലേ? ഇത് വ്യക്തമല്ലേ നമ്മുടെ മുന്നിൽ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് BJPയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതെല്ലാ കാലം ഉണ്ടാകുകയും ചെയ്യും. ഇനി ദേശീയ തലത്തിൽ അവർക്ക് വളരാൻ ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങൾ ഇട്ടുകൊടുത്ത ആരായിരുന്നു? രാജീവ് ഗാന്ധി അല്ലേ? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ. ജവഹർലാൽ നെഹ്റു അടച്ചുപൂട്ടിയ സാധനം രാജീവ് ഗാന്ധിയായിട്ട് തുറന്നു കൊടുക്കുകയല്ലായിരുന്നോ? എന്നിട്ട് ബാബറി മസ്ജിദ് എന്ന അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തർക്കഭൂമിയാക്കി മാറ്റിയതും ഇതേ വിഷയം തന്നെയല്ലേ? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? അപ്പം ഇതൊക്കെ കിടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇത്രയും വലിയ കാര്യം ചെയ്തു കൊടുത്ത് ഇന്ത്യയെ കുറെ കാലമായിട്ട് 10-15 വർഷമായിട്ട് താലത്തിൽ വെച്ച് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് പാർട്ടി. അപ്പം സംഘടനാ ദൗർബല്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ സംഘടനാ ദൗർബല്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയാതെ പോകുന്നതും പലയിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാരും BJPയുടെ അനുഭവമുള്ളവരാണ് എന്ന് വ്യക്തമായി രാഹുൽ ഗാന്ധിക്ക് ബോധ്യമുള്ളത് കൊണ്ടും തന്നെയാണ് ഈ രീതിയിൽ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഈ കള്ളം മാത്രമല്ല ഈ രീതിയിൽ പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കന്മാരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പക്ഷം.